എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബബിലിറ്റിയുടെ ഒരു ബേസിക് ഐഡിയ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇവൻറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, പ്രോബബിലിറ്റിയുടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണ്, ആൻഡ് പല എക്സ്പെരിമെൻറ്റ്സിൽ ഈ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എം.കോം സ്റ്റുഡൻസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ബേസിക്സ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, റാൻഡം വേരിയബിൾ, ഇതൊന്നും ബേസിക്സ് ഇല്ലാത്ത കുട്ടികളാണ്. മീൻസ് അതൊന്നും അവർ ഡിഗ്രിക്കോ ഒന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒറ്റയടിക്ക് ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് തലയിൽ കയറുക? അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് എന്താണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ റാൻഡം വേരിയബിൾസ് മനസ്സിലാക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സെയിം എക്സാമ്പിൾസ് തന്നെ ഒന്നും കൂടെ ഇവിടെ എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് ഒരു സിംഗിൾ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എല്ലാം പഠിച്ചതാണ്. ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഔട്ട്കംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഔട്ട്കത്തിൻ്റെ എല്ലാം ഒരു സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു സാമ്പിൾ സ്പേസ് നമുക്കറിയാമല്ലോ, എച്ച് ആൻഡ് ടി. അപ്പോൾ ഈ രണ്ട് ഔട്ട്കമാണ് ഇവിടെ വരാൻ സാധ്യത. അപ്പോൾ ഈ രണ്ട് ഔട്ട്കത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഞാനിവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് എന്നാണ്. നോക്കൂ, ഈ ഒരു വേരിയബിൾ കൊണ്ട് ഈ ഓരോ ഔട്ട്കത്തിനെയും എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എച്ച് എന്ന് പറയുന്ന ഒരു ഔട്ട്കമാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഹെഡ്സ്, അതായത് ഹെഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1 ആണ്. കാരണം എന്താ, നമ്മളിവിടെ ഒരു കോയിനാണ് ടോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് കിട്ടുകയാണെങ്കിൽ നമുക്കവിടെ ഒരു എച്ച് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേരിയബിൾ എക്സ് 1 എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യുന്നു, അല്ലേ? 1 ഹെഡ് എന്നുള്ള രീതിയിൽ 1 ചൂസ് ചെയ്യുന്നു. ഇനി ടി എന്ന് പറയുന്ന ഒരു ഔട്ട്കം സംഭവിക്കുകയാണെങ്കിലോ അവിടെ ഹെഡൊന്നും വന്നിട്ടില്ല, മറിച്ച് ടെയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 0 ഹെഡ് വന്നു എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ എക്സ് അവിടെ 0 എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്തു. അപ്പോൾ എക്സ് ഇവിടെ എടുത്ത രണ്ട് നമ്പേഴ്സാണ് 0 ആൻഡ് 1. 0 എന്ന് പറയുന്ന ആ ഒരു നമ്പർ ടെയിൽ എന്ന് പറയുന്ന ഔട്ട്കത്തിനെയും 1 എന്ന് പറയുന്ന നമ്പർ ഹെഡ് അല്ലെങ്കിൽ എച്ച് എന്ന് പറയുന്ന ഔട്ട്കത്തിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ വേരിയബിൾ എക്സ് അതിനെടുക്കുന്ന രണ്ട് വാല്യൂസ് വെച്ചിട്ട് ഈ ഒരു സാമ്പിൾ സ്പേസിനെ മൊത്തം റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. എച്ച് ടിയും അങ്ങനെ രണ്ട് ഔട്ട്കത്തിനെയും എക്സ് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. മാത്രമല്ല ഈ എക്സ് ഈ ഓരോ വാല്യൂ എടുക്കാനും ഓരോ സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഉണ്ട്. അതെന്താണ്? എക്സ് 0 എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ടെയിൽ എന്ന് പറയുന്ന ഔട്ട്കം സംഭവിച്ചു എന്നാണ്. ടെയിൽ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാലോ, 1/2. സോ എക്സ് 0 എടുക്കാനുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്. അതേപോലെ എക്സ് 1 എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡ് സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് എക്സ് 1 എടുക്കാനുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്. ദാറ്റ് ഈസ് ഹെഡ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 1/2 ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ പ്രോബബിലിറ്റീസ് 1/2 1/2 നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് എത്രയാണ് അതിൻ്റെ ആൻസർ? 1 ആയിരിക്കും, അല്ലേ? 1/2 + 1/2 1. ഇനി അടുത്ത ഒരു എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് തന്നെ കോയിൻ ടോസിങ് തന്നെ, രണ്ട് കോയിൻ ടോസ് ചെയ്യുന്ന സിറ്റുവേഷൻ. അവിടെയും നമുക്കറിയാം സാമ്പിൾ സ്പേസിൽ എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി, അങ്ങനെ 4 ഔട്ട്കംസ് വരുന്നുണ്ട്. ഇവിടെയും ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്, നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് തന്നെ. അപ്പോൾ ഇവിടെ ഈ എക്സ് ഏതൊക്കെ നമ്പേഴ്സാണ് ചൂസ് ചെയ്യുക? എച്ച് എച്ച് എന്ന് പറയുന്ന ഔട്ട്കം സംഭവിച്ചു എന്ന് കരുതുക. എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ 2 ഹെഡ് സംഭവിച്ചു എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. എച്ച് ടി എന്ന് പറയുന്ന ഔട്ട്കത്തിൽ എത്ര ഹെഡ് ഉണ്ട്? ഒരു ഹെഡ്, അല്ലേ? മറ്റേത് ടെയിലാണ്. ടി എച്ചിലോ അവിടെയും ഒരു ഹെഡാണുള്ളത്. അപ്പോൾ എച്ച് ടി എന്ന് പറയുന്ന ഔട്ട്കം വന്നാലും ടി എച്ച് എന്ന് പറയുന്ന ഔട്ട്കം വന്നാലും നമ്പർ ഓഫ് ഹെഡ്സ് 1 ആണ്. ടി ടി എന്ന് പറയുന്ന ഔട്ട്കത്തിൽ എച്ച് ഇല്ല, സോ 0. അപ്പോൾ ഇവിടുത്തെ ഈ റാൻഡം വേരിയബിൾ ഏതൊക്കെ നമ്പേഴ്സാണ് ചൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ? അതായത് 0, 1,
2. മാത്രമല്ല ഓരോന്നിനും പ്രോബബിലിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 എടുത്തു എന്ന് പറഞ്ഞാൽ TT എന്ന് പറയുന്ന ഔട്ട്കം സംഭവിച്ചു എന്നാണ്. TT വരാനുള്ള പ്രോബബിലിറ്റി എന്താ? ഒരു TT ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ളൂ. സോ 1/4 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. ആൻഡ് 1 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിലോ HT വന്നാലും 1 വരും, TH വന്നാലും 1 വരും. സോ 2 ഔട്ട്കംസ് സാമ്പിൾ സ്പേസിലുണ്ട്. അപ്പോൾ 2/4. 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുക എന്ന് പറഞ്ഞാൽ HH എന്ന് പറയുന്ന ഔട്ട്കത്തിൻ്റെ ഹാപ്പനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ 1/4. ഇനി ഇവിടെയും ഈ പ്രോബബിലിറ്റീസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 1/4 പ്ലസ് 2/4 പ്ലസ് 1/4 ദറ്റ് ഈസ് 4/4. ആൻസർ ഈസ് 1. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ 0, 1, 2 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഈ നമ്പേഴ്സ് വെച്ചുകൊണ്ട് ആ സാമ്പിൾ സ്പേസിലുള്ള എല്ലാ ഔട്ട്കത്തിനെയും ഈ വേരിയബിൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഓരോ നമ്പേഴ്സ് എടുക്കാനും സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഉണ്ട്. ഈ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ 1 ആണ്. വേറൊരു എക്സ്പെരിമെൻ്റ് വീണ്ടും നമുക്കൊന്ന് നോക്കാം. റോളിംഗ് എ ഡൈ, ഒരു ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ്, ഒരു സിംഗിൾ ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിലെ സാമ്പിൾ സ്പേസ് 1, 2, 3, 4, 5, 6 ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, നമ്പർ ഷോൺ ഇൻ ദി ഡൈ. നമ്മളൊരു ഡൈ ത്രോ ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് ഫേസ് ആണോ വരുന്നത് ആ ഫേസിലുള്ള ഡോട്ടുകളുടെ എണ്ണം, അതാണല്ലോ ആ നമ്പർ ഷോൺ ഇൻ ദി ഡൈ. അപ്പോൾ ഏത് നമ്പറാണോ ആ ഫേസിൽ വരുന്നത് അതാണ് ഇവിടുത്തെ വേരിയബിൾ. അപ്പോൾ ഈ വേരിയബിൾ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ചൂസ് ചെയ്യും? സപ്പോസ് 1 എന്ന് പറയുന്ന ഒരു ഡോട്ടുള്ള ആ ഒരു ഫേസ് ആണ് നമുക്ക് ഒരു പ്രാവശ്യം ഡൈ ത്രോ ചെയ്തപ്പോൾ കിട്ടിയതെങ്കിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ 1 എന്ന് പറയുന്ന നമ്പറാണ് ചൂസ് ചെയ്യുക. ആൻഡ് 6 ആണ് എന്ന് വന്നതെങ്കിലോ ഡൈ ത്രോ ചെയ്തപ്പോൾ 6 കാണിച്ചു. സോ ആ ഫേസിലുള്ള നമ്പർ അപ്പോൾ 6 ആണ്. ആ സമയത്ത് എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ 6 എന്ന് പറയുന്ന നമ്പർ ചൂസ് ചെയ്യും. അങ്ങനെ 1 to up to 6 വരെ ഈ വേരിയബിൾ ഇവിടെ വാല്യൂസ് എടുക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ ഫേസ് വരാനുള്ള പ്രോബബിലിറ്റി 1/6 ആണെന്നറിയാം. ഈ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 1 തന്നെയാണ് കിട്ടുക. ഈ എക്സാമ്പിൾസിൽ എല്ലായിടത്തും എക്സിനെ ഞാനൊരു വേരിയബിൾ ആയിട്ട് മാത്രമാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇനി എക്സ് എങ്ങനെയാണ് ഒരു റാൻഡം വേരിയബിൾ ആവുന്നത്? അപ്പോൾ ഒരു വേരിയബിൾ ഒരു നമ്പർ മാത്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ആ ഒരു വേരിയബിൾ ആ നമ്പർ തന്നെയാണ് എപ്പോഴും എടുക്കുകയുള്ളൂ. കാരണം അതിന് ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ വേരിയബിൾസിൻ്റെ സ്ഥിതി അതാണോ? ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എക്സ് 0ഉം 1ഉം ചൂസ് ചെയ്യും. നമുക്കറിയാൻ പറ്റില്ല എക്സ് അടുത്തത് ഏതാണ് ചൂസ് ചെയ്യുക. എച്ച് ആണ് വരുന്നെങ്കിൽ 1 എടുക്കും, ആൻഡ് ടെയിലാണ് വരുന്നെങ്കിൽ 0 എടുക്കും. അടുത്തത് ഹെഡാണോ ടെയിലാണോ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ ഈ വേരിയബിൾ എക്സ് 0 ആണോ 1 ആണോ അടുത്തത് എടുക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അതേപോലെയാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലും. HH വരുമോ TH വരുമോ എന്ന് തന്നെ നമുക്കറിയില്ല. പിന്നെ എക്സ് 0, 1, 2ൽ ഏതെടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വേരിയബിളിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്തത് അത് ഏതാണ് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതായത് റാൻഡം ആയിട്ടായിരിക്കും അതിനെടുക്കാൻ പറ്റുന്ന വാല്യൂസിൽ നിന്ന് അത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് അതിനെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരെണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ വേരിയബിൾസിനെ നമ്മൾ റാൻഡം വേരിയബിൾസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതേപോലെ ഏത് എക്സ്പെരിമെൻറ്റിലും നമുക്ക് അവിടെ ഒരു റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ റാൻഡം വേരിയബിളിന് ആ എക്സ്പെരിമെൻറ്റിലെ ഓരോ ഔട്ട്കത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ ഓരോ വാല്യൂ എടുക്കാനും ഓരോരോ പ്രോബബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എക്സ് 0 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 കഴിഞ്ഞാൽ 0 കഴിഞ്ഞാൽ 1. അല്ലാതെ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂസ് എക്സ് അവിടെ ചൂസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് 0.1, 0.5 ആൻഡ് 0.99 അങ്ങനെയൊക്കെയുള്ള വാല്യൂ അവിടെ എക്സ് ചൂസ് ചെയ്യുമോ? ഇല്ലല്ലോ. കാരണം എന്താ? നമ്പർ ഓഫ് ഹെഡ്സ് എന്നാണ് അവിടുത്തെ വേരിയബിൾ. ഹെഡുകളുടെ എണ്ണം ഒരിക്കലും പോയിന്റിൽ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അവിടെ 0.5 ഹെഡ് വന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ ഒരു റാൻഡം വേരിയബിൾ അവിടെ 0 കഴിഞ്ഞാൽ 1 ഒരു റേഞ്ചായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 0 to 1 എന്ന് പറയുന്ന റേഞ്ചിൽ 0ഉം 1ഉം മാത്രമേ എക്സ് ചൂസ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ 0 to 2 ആണ് അവിടുത്തെ റേഞ്ച്.
അതിൽ 0 പിന്നെ 1 അത് കഴിഞ്ഞാൽ 2 വേറെ ഒരു ഓപ്ഷൻ എക്സിനില്ല. 0.5 1.99 അങ്ങനെയുള്ള ഡെസിമൽ വാല്യൂസ് എക്സിന് അവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. 0 to 2 എന്ന് പറയുന്ന റേഞ്ചിലെ സ്പെസിഫൈഡ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ അതിനെടുക്കാൻ പറ്റുന്നുള്ളൂ. 0 then 1 then 2. അപ്പോൾ ആ 3 വാല്യൂസ് മാത്രമേ അവിടെ എക്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലാസ്റ്റ് എക്സ്പെരിമെൻറ്റിലോ അവിടെ 1 to 6 ആണ് അവിടുത്തെ റേഞ്ച്. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ വാല്യൂസ് സെലക്ട് ചെയ്തിട്ടാണ് റാൻഡം വേരിയബിൾ എക്സ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു റേഞ്ച് തന്നിട്ട് ആ റേഞ്ചിലുള്ള ചില വാല്യൂസ് മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുന്ന റാൻഡം വേരിയബിളാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ റാൻഡം വേരിയബിളും, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത എല്ലാ റാൻഡം വേരിയബിളും ഡിസ്ക്രീറ്റ് ആണ്. കാരണം അതിന് തന്നിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ നിന്ന് ചില വാല്യൂസ് മാത്രമേ, എല്ലാ വാല്യൂസും എടുക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ അതിനില്ല. ചില വാല്യൂസ് മാത്രമേ അതിനെടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. മാത്രമല്ല ഇവിടുത്തെ പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റിലും പ്രോബബിലിറ്റീസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1 ആണ് വരിക. ഇനി ഈ 1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി, 1 എന്ന് പറയുന്ന ഈ ടോട്ടൽ പ്രോബബിലിറ്റി ഓരോരോ ഔട്ട്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ വേരിയബിൾ എടുത്തിരിക്കുന്ന ഓരോരോ നമ്പറിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി, അല്ലേ? അതായത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ 1/2 എന്നുള്ള രീതിയിൽ എക്സിൻ്റെ ഓരോ നമ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ ആ 1 എന്ന് പറയുന്ന ടോട്ടൽ പ്രോബബിലിറ്റി 1/4 2/4 1/4 എന്നുള്ള നിലയ്ക്ക് ഓരോരോ നമ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് തേർഡ് എക്സ്പെരിമെൻറ്റിൽ 1/6 എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് ഒരു എക്സ്പെരിമെൻറ്റിൽ വരുന്ന പ്രോബബിലിറ്റീസിൻ്റെ ടോട്ടൽ 1 ആണെന്നും, മാത്രമല്ല ആ ഒരു 1 എന്ന് പറയുന്ന പ്രോബബിലിറ്റിയെ ഓരോരോ ഔട്ട്കത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ ഡിഫൈൻ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം. ഇതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1നെ ഓരോരോ ഇൻഡിവിജ്വൽ ഔട്ട്കത്തിൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് വേറെ കുറച്ച് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഒന്ന് പരിചയപ്പെടാം. വെയ്റ്റ് ഓഫ് എ ന്യൂ ബോൺ ബേബി. അപ്പോൾ ഒരു ജനിച്ച കുട്ടിയുടെ വെയ്റ്റ് ഒരു നോർമൽ റേഞ്ചായിട്ട് നമ്മൾ പറയുന്നത് 2.5 തുടങ്ങി 4.5 വരെ അത്രയും kg ഉള്ള വെയ്റ്റുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ടെന്നാണ്. ഇതൊരു നോർമൽ റേഞ്ചാണ്. ഇവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് 2.52 to 4.5 വരെയാണ് വേരി ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിൾസൊക്കെ പോലെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് മാത്രമല്ല ഇവിടുത്തെ റാൻഡം വേരിയബിൾ ചൂസ് ചെയ്യുന്നത്. 2.5 കഴിഞ്ഞാൽ വേണമെങ്കിൽ 2.52 സെലക്ട് ചെയ്യാം, ആൻഡ് 2.57 സെലക്ട് ചെയ്യാം, 2.8 സെലക്ട് ചെയ്യാം, 2.95 സെലക്ട് ചെയ്യാം. അപ്പോൾ 2.5 കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ 3 അല്ല, അല്ലെങ്കിൽ 3 കഴിഞ്ഞാൽ പിന്നെ 4 അല്ല, പിന്നെ 4.5 അങ്ങനെയല്ല ഇവിടുത്തെ റാൻഡം വേരിയബിൾ ചൂസ് ചെയ്യുക. ഇവിടുത്തെ റാൻഡം വേരിയബിൾ വെയ്റ്റ് ആണ്, വെയ്റ്റ് ഓഫ് എ ന്യൂ ബോൺ ബേബിയാണ്. സോ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. 2.5 തുടങ്ങി 4.5 വരെയുള്ള ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. ആ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വെയ്റ്റ് ഓഫ് എ ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന വേരിയബിളിന് സെലക്ട് ചെയ്യാം. കാരണം അതെല്ലാം സംഭവിക്കാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ആണ്. അതായത് 2.5 kg ഉള്ളൊരു കുട്ടി ജനിക്കാം, ഇല്ലേ? അതേപോലെ 3.89 kg ഉള്ളൊരു കുട്ടി ജനിക്കാം. ഇതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂ എടുത്താലും ആ വെയിറ്റിൽ കുട്ടികൾ ജനിക്കാൻ ഒരു കുഴപ്പമില്ല. മീൻസ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ 0 ഹെഡ് വരാം, 0.5 ഹെഡ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരിക്കലും സംഭവിക്കില്ല. അര ഹെഡ് വരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതിനുള്ള ചാൻസ് ഉണ്ട്. സോ 2.5 തുടങ്ങി 4.5 വരെയുള്ള ആ റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഇവിടുത്തെ റാൻഡം വേരിയബിളായ എക്സിന് ചൂസ് ചെയ്യാം. അതിനെല്ലാം ഓരോ സ്പെസിഫൈഡ് പ്രോബബിലിറ്റി ഉണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ വേറെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ PG സ്റ്റുഡൻസ് ആണ്, നമുക്ക് വെയിറ്റേജ് ആണ് അല്ലേ, മാർക്ക് ഔട്ട് ഓഫ് 5 നമുക്ക് വെയിറ്റ് വരുന്നത്. അപ്പോൾ
മിനിമം 0 തുടങ്ങി 5 വരെയുള്ള ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു വെയിറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഏറ്റവും മിനിമം പോയാൽ 0 ആണ് ഒരു വെയിറ്റേജ് വരുന്നത്, ഏറ്റവും മാക്സിമം 5ഉം. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഒരു കുട്ടിക്ക് വെയിറ്റേജ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ആയിട്ട് വരാം, ടോട്ടൽ വെയിറ്റ് ആയിട്ട്. ദാറ്റ് ഈസ് 4.2 വരാം, 3.9 വരാം, 1.5 വരാം, 2.75 വരാം. 0 to 5 എന്ന് പറയുന്ന ആ റേഞ്ചിൻ്റെ ഇടയിലുള്ള എനി വാല്യൂ, ഏത് വാല്യൂ വേണമെങ്കിലും ഇവിടുത്തെ റാൻഡം വേരിയബിളായ എക്സ്, വെയിറ്റേജ് ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് സെലക്ട് ചെയ്യാൻ പറ്റും. സോ എത്ര എണ്ണമാണ് ഇതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ഈ റേഞ്ചിൽ നിന്ന് ഈ റാൻഡം വേരിയബിൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള റാൻഡം വേരിയബിൾസും ഉണ്ട്. ഇങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിന് വേറൊരു പേരാണ് പറയുന്നത് കണ്ടിന്യൂവസ് റാൻഡം വേരിയബിൾ. അപ്പോൾ 2 ടൈപ്പ് വേരിയബിൾസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? 2 ടൈപ്പ് റാൻഡം വേരിയബിൾ ഉണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഒന്ന് കണ്ടിന്യൂവസ് റാൻഡം വേരിയബിൾ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രത്യേകത എന്താ? അതിന് എടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു റേഞ്ച് ഓഫ് വേരിയേഷൻ, ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഐറ്റംസ് മാത്രം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വാല്യൂസ് മാത്രം അത് സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലോ അതിൻ്റെ ആ റേഞ്ചിൽ നിന്ന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസിന് അത് അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പ്രോബബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1നെ ഓരോന്നിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഓരോ വാല്യൂവിൻ്റെയും പ്രോബബിലിറ്റി നമുക്ക് കിട്ടുക. അതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്, ഒരു ഡൈ ത്രോയിങ് എക്സ്പെരിമെൻറ്റ്, ഇതിലൊക്കെ ഒരു കുറച്ച് ഔട്ട്കംസ് മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്കത്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു കോയിൻ തന്നെ ഒരു 1000 പ്രാവശ്യമൊക്കെ ടോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതിലെ ഔട്ട്കംസ് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിൽ വരാവുന്ന ഔട്ട്കംസിനെ എല്ലാം ഒരു സാമ്പിൾ സ്പേസ് പോലെ എഴുതിയിട്ട് ഓരോ ഔട്ട്കത്തിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്കത്തിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ഇക്വേഷൻ വേണം. ഈ ഓരോ ഔട്ട്കത്തിലും വരുന്ന പ്രോബബിലിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ വേണം. അതിൻ്റെ പേരാണ് പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഫംഗ്ഷനാണ്, പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെയാണ് PMF, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെയാണ് PDF. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. PMFൻ്റെ ഒരു ഡെഫിനിഷൻ: ഇറ്റ്സ് എ ഫംഗ്ഷൻ ദാറ്റ് ഗിവ്സ് ദി പ്രോബബിലിറ്റി ഓഫ് എ റാൻഡം വേരിയബിൾ എക്സാക്ട്ലി ഈക്വൽ ടു സം വാല്യൂ. ഒരു റാൻഡം വേരിയബിളിന് ഒരു റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ സെലക്ട് ചെയ്യാനുള്ള ആ പ്രോബബിലിറ്റി അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് PMF. ഇനി PDF-ൻ്റെ കേസ് ആണെങ്കിലോ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനുള്ളതാണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമുക്കറിയാം, അതിൻ്റെ റേഞ്ചിൽ നിന്ന് അത് ഏത് വാല്യൂ ആണ് അടുത്തത് സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല എത്ര വാല്യൂസ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ല PDF. ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ അല്ല ഇവിടെ PDF എന്ന് പറയുന്നത്. ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഈ വേരിയബിൾ വരാനുള്ള ഒരു പ്രോബബിലിറ്റി മാത്രമേ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് റാൻഡം വേരിയബിൾ ഒരു സ്പെസിഫൈഡ് റേഞ്ചിനൊരു പർട്ടിക്കുലർ റേഞ്ചിൻ്റെ ഉള്ളിൽ ലൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡിസ്ക്രീറ്റിൻ്റേതുപോലെ എക്സാക്ട്ലി ഈക്വൽ ടു 1 വാല്യൂ എടുക്കാനുള്ള ഒരു പ്രോബബിലിറ്റി നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ PDF എന്ന് പറയുന്നത് ആ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇതേപോലെ തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും 2 ടൈപ്പ് ഉണ്ട്.
ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇപ്പോൾ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനും ഒരേ തരത്തിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഡിസ്ക്രീറ്റിൽ തന്നെ പല തരത്തിലുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ 2 എണ്ണമാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അടുത്തത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഈ ഒരു സിലബസിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്, ദറ്റ് ഈസ് നോർമൽ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിന് ഒരുപാട് ഔട്ട്കംസ് വരാം. അപ്പോൾ ഈ ഔട്ട്കത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് റാൻഡം വേരിയബിൾസ് ഉണ്ടാക്കാൻ പറ്റും. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിലും ആ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1നെ നമ്മൾ ഓരോരോ ഇൻഡിവിജ്വൽ വാല്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂസിലും ഉണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റിൽ ഈ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. മാത്രമല്ല ഈ ഓരോ ഡിസ്ട്രിബ്യൂഷനിലും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഓരോ ഇക്വേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഡിസ്ക്രീറ്റിലെ ആ ഒരു ഫംഗ്ഷൻ്റെ പേരാണ് PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസിലുള്ള ആ ഒരു ഇക്വേഷൻ്റെ പേരാണ് PDF, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. റാൻഡം വേരിയബിൾ എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ, അതിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ദെൻ PDF ആൻഡ് PMF എന്ന് പറയുന്ന 2 ടൈപ്പ് ഫങ്ഷൻസ് അതെന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.